കുറച്ച് ഹെവി ആയിട്ടുള്ള ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കിഴി ബിരിയാണിയാണ്. ബിരിയാണി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും, പക്ഷേ ഈ കിഴി കെട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയതാണ്, അടിപൊളി ടേസ്റ്റാണ്. ആ വാഴയിലയിലൊക്കെ ഇരുന്ന് അതൊക്കെ ഒന്ന് ആ ചൂടും ഒക്കെ കൊള്ളുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെ വരും, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ ബിരിയാണിക്ക് വേണ്ട റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ഡാൽഡ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കിലോ റൈസിന് 50 ഗ്രാം ഡാൽഡ, അതാണ് എൻ്റെ കണക്ക്. അപ്പോൾ അത് ചൂടാക്കണം നന്നായിട്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് അരിയൊക്കെ ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒഴിക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഒരു പാക്കറ്റ് മസാല മിക്സ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്ച്ചോറിനൊക്കെ ഇടുന്ന ഒരു മസാല മിക്സ് ഇടാം. അപ്പോൾ ഓയിൽ നല്ല ചൂടാണ്, അപ്പോൾ ഈ മസാല കരിയാതെ നോക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കണം, കാരണം ഓയിൽ നല്ല ചൂടായതുകൊണ്ട് ഈ മസാല ഇത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. വെള്ളത്തിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം അരിയാണ് എടുക്കുന്നത് അതിൻ്റെ ഡബിളാണ് വെള്ളം ഒഴിക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരി ഇടാം. ഞാനിവിടെ സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നെയ്ച്ചോറിൻ്റെ അരിയാണ് ഇടുന്നത്, ചെറിയ അരി. അപ്പോൾ അതിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കിലോ റൈസിന് 50 ഗ്രാം ഡാൽഡ, അതാണ് എൻ്റെ കണക്ക്. കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം നന്നായിട്ട് തിളച്ച് അതിൽ വെള്ളമൊക്കെ വറ്റി ഒന്ന് പോകണം. ചെറിയൊരു നനവേ ബാക്കി ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പോൾ വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ റൈസിൽ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു നനവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന് കറക്റ്റ് പാകം. ഇങ്ങനെ ഈ ഒരു പാകത്തിൽ വേണം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇന്നൊരു 1/2 മണിക്കൂർ അടച്ചു വയ്ക്കാം. ആ വെള്ളമൊക്കെ അതിൽ നിന്ന് റൈസിൽ നിന്ന് വലിഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ്. 1/2 മണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചട്ടകോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൻ്റെ ബാക്ക് സൈഡ് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക ഈ ഒരു അരി. അപ്പോൾ അതെല്ലാം ഒന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കട്ടയാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മളിങ്ങനെ ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒട്ടും കട്ടയാവാതെ കിട്ടും. അപ്പം നമ്മുടെ ബിരിയാണിക്ക് വേണ്ട റൈസ് ഇവിടെ റെഡിയാണ്. നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്, ഓരോന്നും വിട്ടു പോന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗാർണിഷിങ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വറുത്ത് വെച്ച സവാളയാണ് ഇടുന്നത്. വറുത്ത് വെച്ച സവാള ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വറുത്ത് വെച്ച് കശുവണ്ടിയും ഇടാം. നമുക്കറിയാം എല്ലാ സാധനവും ഇപ്പോൾ കിട്ടണമെന്നൊന്നുമില്ല, അപ്പോൾ ഉണ്ടെങ്കിൽ ഇടാം, ഇട്ടില്ല എന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ നെയ്ച്ചോറിൽ ഇടുന്നത്. പിന്നെ ഞാൻ ലാസ്റ്റാണ് ഇവിടെ ക്യാരറ്റ് ഇടുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസിൻ്റെ കളറിന് ചെറിയൊരു ചേഞ്ച് വരും. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് ഇടാമെന്നുണ്ടെങ്കിൽ ആ റൈസ് നമുക്ക് അങ്ങനെ വെളുത്ത് തന്നെ കിട്ടുകയും ചെയ്യും. ക്യാരറ്റും അതിലേക്ക് ഇടാം. ക്യാരറ്റിന് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ലല്ലോ, നമ്മൾ നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ലാസ്റ്റാണ് ക്യാരറ്റ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ക്യാരറ്റും സവാളയും എല്ലാം ലാസ്റ്റ് കുറച്ച് ബാക്കിയുള്ള സവാളയും കുറച്ച് കാഷ്യൂവും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ചിക്കൻ ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടു, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടിയും ഇടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ടുകൊടുത്തു. വറുത്ത് വെച്ച മല്ലിപ്പൊടിയാണത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടു. പിന്നെ 2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇട്ടു. ഇത്രയാണ് നമ്മൾ ഇതിലിടുന്ന പൊടികൾ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. സോയാ സോസ് ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സോയാ സോസ് ഒഴിച്ച് ചിക്കൻ പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാധാരണ പൊരിക്കുന്നതിലും ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഞാൻ എപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്താലും അതിൽ സോയാ സോസ് ഒഴിക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ ഇടാം, ഇല്ലയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പുരട്ടി വെച്ചത് റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങനെ മൊരിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട. ഓൾറെഡി നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ആ ബിരിയാണിയിൽ കിടന്ന് കുറച്ചും കൂടി ചിക്കൻ വേവാനുള്ളതാണ്.
അപ്പോൾ ജസ്റ്റ് രണ്ട് സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരുപാട് ക്രിസ്പി ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവട്ടെ. ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എടുത്ത് മാറ്റാം. ഞാൻ 2 ബാച്ചും പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പൊരിച്ചെടുത്ത 1 കിലോ ചിക്കൻ. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് ചിക്കൻ്റെ അളവ് കൂട്ടം കുറയ്ക്കുകയൊക്കെ ചെയ്യാം ബിരിയാണിക്ക്. അപ്പോൾ ചിക്കൻ ഫ്രൈ റെഡി. ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. ചിക്കൻ മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി സെയിം ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തത്. സെയിം പാത്രത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു. പച്ചമുളക് ഇങ്ങനെ തുടക്കത്തിൽ ഇടാന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. മറ്റേ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിലും ടേസ്റ്റ് കിട്ടും, അല്ലാണ്ട് പച്ചമുളക് ഇടുന്നതിലും. അപ്പം നിങ്ങൾ മാക്സിമം ഇങ്ങനെ ഇടാൻ നോക്കുക. ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് കിട്ടും. പക്ഷെ പച്ചമുളക് നേരിട്ട് ഓയിലിലേക്ക് ഇടുമ്പോൾ പൊട്ടിത്തെറിക്കും. അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ സവാളയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇടാണ്. നിങ്ങളുടെ അളവനുസരിച്ച് ഇടാം. നന്നായിട്ട് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെളുത്തുള്ളി എടുക്കുക. അത് രണ്ടും കൂടി ചതച്ചതാണ് ഇടുന്നത്. സവാള ഒരു ചെറിയ സവാള ചതച്ചതാണ്. നന്നായിട്ട് ഇതെല്ലാം നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് സവാള നൈസായിട്ട് അരിഞ്ഞതിടാം. മാക്സിമം ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞതിടാൻ നോക്കാം. ഇത് ഞാൻ വലിയൊരു 4 സവാള എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ നൈസായിട്ട് അരിയാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവാള വാടുകയും ചെയ്യും. നമുക്ക് ഹോട്ടലിലെ ആ ഒരു ലുക്കിൽ ചിക്കൻ മസാല കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അരിയാൻ നോക്കാം. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് വേവും സവാള ഇങ്ങനെ അരിയാന്നുണ്ടെങ്കിൽ, ഒട്ടും സമയം എടുക്കില്ല. അപ്പോൾ മാക്സിമം ഇങ്ങനെ അരിയാൻ നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നന്നായിട്ട് ഇളക്കി സവാള വേവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടിയാണ് ഇടുന്നത്. വേറെ അങ്ങനെ കൂടുതൽ പൊടികളൊന്നും ഇടുന്നില്ല. ഓൾറെഡി ഫ്രൈ ചെയ്തപ്പോൾ നമ്മൾ ഒത്തിരി പൊടികൾ ഇട്ടു. അപ്പോൾ ഇത്രയും മതി. ഈ 2 പൊടി മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ഉപ്പ് ഇട്ടു. നന്നായിട്ട് ഇതെല്ലാം നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കും. ആ പൊടിയുടെയൊക്കെ ഒരു പച്ച കുത്ത് അങ്ങോട്ട് പോയി കിട്ടണം. അപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കാം. സവാള നന്നായിട്ട് ഒന്നുകൂടി വാടട്ടെ. സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞതാണത്. വേറെ കൂടുതൽ ചേർക്കുന്നില്ല. ചെറിയൊരു തക്കാളി അരിഞ്ഞത് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി വേവിച്ചെടുക്കാം. തക്കാളിക്ക് അങ്ങനെ ഒരുപാട് വേവൊന്നുമില്ല. തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ പയ്യെ ഉടച്ചു കൊടുത്താൽ മതി. നമ്മുടെ ചട്ടകം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കയ്യിലുള്ളത് വെച്ച് ഉടച്ചു കൊടുക്കാം. തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി തക്കാളി ഏകദേശം സെറ്റായിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. വേണമെന്നില്ല, പക്ഷേ ഇതും കൂടി ചേർക്കാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. സാധാരണ നമ്മൾ ചിക്കൻ കറി കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അതുകൊണ്ട് ഇത് ആഡ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യും. പഞ്ചസാര ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ ഈ പൊടികളുടെയൊക്കെ ഒരു കുത്ത് ഉണ്ടാവുമല്ലോ, നമ്മൾ പൊടി മാത്രമല്ല ഇട്ടിട്ടുള്ളൂ സവാളയിലേക്ക്, ആ ഒരു കുത്ത് മാറി കിട്ടും. നല്ല ടേസ്റ്റുമാണ്. ചിക്കൻ കറിക്ക് പയ്യൊരു മധുരം ഉണ്ടാവും, എന്നാൽ മധുരം അറിയാനും പറ്റില്ല. നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. മല്ലിയില ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇതെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും അതിൻ്റെ ഓയിലൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും വേസ്റ്റ് ആക്കണ്ട. നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ട് കൊടുക്കാം. തന്നെ നല്ലൊരു ലുക്കായിട്ടുണ്ടല്ലേ ചിക്കൻ കറിക്ക്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് വേണ്ട കേട്ടോ, കാരണം നമ്മുടെ ഓൾറെഡി ചിക്കൻ വെന്തതാണ്. ജസ്റ്റ് ആ ഒരു ഗ്രേവി പോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്യാം.
ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. നല്ല അടിപൊളി ലുക്കിലായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു ലുക്ക് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ മസാല. നമ്മുടെ ചിക്കൻ ബിരിയാണിക്ക് വേണ്ട മസാല റെഡി. ഇനി നമുക്ക് കിഴി കെട്ടുന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ ചിക്കൻ ഇത്രയും എന്താ മതി. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം. കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വാട്ടിയ വാഴയില എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് റൈസ് ഇട്ട് കൊടുത്തു. ഒത്തിരി കെട്ടുന്നില്ല, ഞാൻ ചെറിയൊരു കിഴി മാത്രമേ കെട്ടുന്നുള്ളൂ. അപ്പോൾ അതിലേക്ക് കുറച്ച് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം. ചിക്കനും അതിൻ്റെ ഗ്രേവിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കിഴി കെട്ടാം. കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുകളിൽ. ജസ്റ്റ് ആ ഒരു മല്ലിയില ടേസ്റ്റ് ഫ്രണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഇടണ്ട. കിഴി കെട്ടാം. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ചെയ്ത് നോക്കി കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. വെറൈറ്റി ടേസ്റ്റുകൾ എപ്പോഴും ട്രൈ ചെയ്ത് നോക്കുക. എന്നും ഒരേപോലെ കഴിക്കാതെ പല പല രീതിക്ക് കഴിക്കാൻ നോക്കാം. അപ്പം നമുക്കിത് ഒരു വാഴയുടെ വള്ളി വെച്ചിട്ട് കെട്ടി കൊടുക്കാം. ഒരു കെട്ടി പിന്നെ ഒരു തവണ കൂടി കെട്ടാം. എന്നിട്ട് വാഴയുടെ ആ ഒരു വള്ളി നീളം കൂടുതലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അതോടുകൂടി നമ്മുടെ കിഴി റെഡി. അപ്പോൾ കിഴി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ആവി കയറ്റാൻ വെക്കാം. അപ്പോൾ ഒരു ഇഡ്ഡലി പാത്രമാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 2 കിഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ 2 കിഴിയാണ് ഞാൻ ആവി കയറ്റാൻ പോകുന്നത്. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വച്ചേക്കുന്നതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാനും നോക്കിയേക്കണ്ട. നമുക്ക് നേരെ കിഴി ഇതിലേക്ക് വയ്ക്കാം. ഞാൻ ഉണ്ടാക്കി വെച്ച 2 കിഴിയാണ് ഇതിലിട്ട് വെച്ചിട്ടുള്ളത്. ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ട് ആവി കയറ്റിയെടുക്കണം. ഒരു 10 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അപ്പോഴത്തേക്കും ആ ഒരു കിഴില വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ട് ആ ഒരു ബിരിയാണിയിലേക്ക് ആ ഒരു പ്രത്യേക ടേസ്റ്റ് അങ്ങോട്ട് ഇറങ്ങും. അപ്പോൾ നമുക്കതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമുക്കിത് തുറക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വാഴയിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ബിരിയാണി അതിൻ്റെ ഉള്ളിൽ സെറ്റപ്പായിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അതെടുത്തിട്ട് തുറന്ന് നോക്കാം എങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിഴി. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചൂടൊക്കെ ആറിയിട്ട് കിഴി നമുക്ക് തുറക്കാം. സർപ്രൈസ് അല്ലേ ഇങ്ങനെ ഒരാളുടെ ഫ്രണ്ടിൽ പ്രസൻറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ. ഇതങ്ങോട്ട് തുറന്ന് നോക്കുമ്പോൾ അടിപൊളി ചിക്കൻ ബിരിയാണി അതിൻ്റെ ഉള്ളിൽ. നല്ല മണമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ കിഴി ബിരിയാണി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതേപോലെ തന്നെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യാം. താങ്ക് യു.